എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായി. രാവിലെ തന്നെ മന്ത്രിയുടെ ആശംസകളും മന്ത്രിയുടെ പ്രതികരണവും ഉണ്ടായിരുന്നു. ഇപ്പോൾ അശ്വിൻ വെള്ളത്ത് നടക്കാവ് സ്കൂളിൽ നിന്ന് ചേരുന്നത്. സ്വാഭാവികമായി ഇപ്പോൾ നമ്മൾ അവിടെ കാണാൻ കഴിയുന്ന കാഴ്ച വിദ്യാർത്ഥികൾ അവസാന വട്ടമായി പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് മറിച്ചു നോക്കുക, കൂട്ടുകാരുമായിട്ട് ആ പഠിച്ച കാര്യങ്ങൾ ഒന്ന് ഓർത്തെടുക്കുക. ആ ഒരു ടെൻഷൻ എല്ലാവരുടെയും മുഖത്തുണ്ടാവും. പഴയ കാലത്ത് നിന്നൊക്കെ ഒത്തിരി മാറി. പിള്ളേരൊക്കെ ഇപ്പൊ ഫുൾ ടെൻഷൻ ഫ്രീ ആയിട്ടാണ് എക്സാമിനൊക്കെ എത്തുന്നത്. അശ്വിൻ അവിടെ നിന്ന് നടക്കാവ് സ്കൂളിൽ നിന്ന് ചേരുന്നുണ്ട് നമ്മുടെ ഒപ്പം. എന്താണ് അവിടുത്തെ മൂഡ് അശ്വിൻ? പ്രദീപ്, രഞ്ജിനി, ഗുഡ് മോർണിംഗ്. ഈ SSLC പരീക്ഷയുടെ ഒരു ചൂട് നമുക്കിവിടെയൊക്കെ കാണാം. കുട്ടികളൊക്കെ അവസാനഘട്ട ഒരുക്കങ്ങളിലാണ്, അവസാനഘട്ട തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. നടക്കാവ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഉള്ളത്. കോഴിക്കോട് നഗരമധ്യത്തിൽ തന്നെയുള്ള സ്കൂളാണ്. പല കലാകായിക രംഗങ്ങളിലൊക്കെ തന്നെ കഴിവ് തെളിയിച്ചിട്ടുള്ള സ്കൂളാണ്. ഇവിടെ ആദ്യത്തെ SSLC പരീക്ഷയുടെ ആദ്യത്തെ ദിവസം കുട്ടികൾ അവസാനഘട്ട ഒരുക്കത്തിൽ, ഇന്ന് മലയാളം പരീക്ഷയാണ്. അല്പസമയത്തിനകം, ഇനി 1 മണിക്കൂറേ ഉള്ളൂ പരീക്ഷ തുടങ്ങാനായിട്ട്. ആ പരീക്ഷയുടെ ഒരുക്കങ്ങളിലേക്ക് കടക്കുന്നു. കോഴിക്കോട് ജില്ലയിലാകെ 43,000-ലധികം കുട്ടികൾ ഇന്ന് SSLC പരീക്ഷ എഴുതുന്നുണ്ട്. കുട്ടികൾക്ക് സഹായമൊക്കെയായിട്ട് ഈ അവസാന ഘട്ടത്തിൽ പിരിമുറക്കം കുറയ്ക്കാൻ ഇവരോടൊപ്പം അധ്യാപകരുമുണ്ട്. ഇതെവിടെ കാണാം ടീച്ചർ? അവസാനഘട്ട തയ്യാറെടുപ്പൊക്കെയാണ് അല്ലേ? അവസാനഘട്ട തയ്യാറെടുപ്പിലാണ്. കുറച്ച് ആൾക്കാർക്കൊക്കെ ടെൻഷൻ ഉണ്ട്. അപ്പം ടെൻഷനൊന്ന് മാറ്റി അവർക്കൊരു മാറ്റാൻ വേണ്ടി അവരുടെ ധൈര്യം കൊടുക്കുകയാണ്. അവസാനത്തെ കുറച്ച് മിനുക്കുമണികൾ ഇപ്പോഴാണ് നടത്തുന്നത്. കുഴപ്പമില്ല, പഠിച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു വർഷം? വൈബായിരുന്നു, അടിച്ചു പൊളിച്ചിട്ട്. അക്കാഡമിക് ഇയർ കിട്ടി, എന്നിട്ട് ഇതാ എക്സാമിലേക്ക് കടക്കുന്നു. ടെൻഷനൊക്കെ ഉണ്ട്, എന്നാലും രാധി മിസ്സിന്റെ ഇതിൽ ഞങ്ങൾ പഠിക്കും. ഇന്നിപ്പോ മലയാളം അല്ലേ, അത്ര പഠിക്കാനൊക്കെ ഉണ്ടോ? കുഴപ്പമില്ല, ആവശ്യത്തിനുണ്ട്, കുഴപ്പമില്ല. ഇങ്ങനെ എക്സാമിന്റെ മുന്നേ കുട്ടികൾക്ക് ഇങ്ങനെ ഒരു പിരിമുറുക്കം കുറയ്ക്കാനൊക്കെ കൂടെ ഇരിക്കാറുണ്ട് അല്ലേ? ഞങ്ങൾ ഇന്നലെയൊക്കെ വന്നിരുന്നു. ഇന്നലെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇവിടെ ഉണ്ടായിരുന്നു. ഇങ്ങനെ കുറച്ച് കുട്ടികൾ എപ്പോഴും വരാറുണ്ട്. അപ്പം ഇന്നിപ്പോൾ രാവിലെ 7:30 തുടങ്ങിയതാണ് ഞങ്ങൾ. ഒന്നുമില്ല, അവർ ആ പോകുന്നവരെ അവരോടൊന്ന് ഈ പാഠങ്ങളെക്കുറിച്ചും പിന്നെ വേറെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിച്ച് അവരെ ഒന്ന് ടെൻഷൻ ഫ്രീ ആക്കുക, അത്രയേ ഉള്ളൂ. കയറി കഴിഞ്ഞാൽ നന്നായി അവർക്ക് പരീക്ഷ എഴുതാൻ കഴിയണം. ഈ സ്കൂളിന്റെ ഡെപ്യൂട്ടി HM നമ്മളോടൊപ്പം ഉണ്ട്. ഇതിപ്പം എക്സാം തുടങ്ങാൻ പോവുകയാണ്. എങ്ങനെ, എത്ര മണിയോടുകൂടി തുടങ്ങും? എങ്ങനെയാണ് കൂൾ ഓഫ് ടൈം ഒക്കെ എങ്ങനെയാണ്? ഇത് നമ്മൾ പണ്ട് മുതലേ SSLCക്ക് പ്രത്യേക ഒരു വാല്യൂ തന്നെയാണല്ലോ. ഒരു എന്താ പറയുക, IAS ഒക്കെ എഴുതുന്നതിനേക്കാളും അവരൊക്കെ ഇതിൽ കൂടിയാണല്ലോ വന്നിട്ടുള്ളത്. അപ്പം ഈ ഒരു 9 മണിക്ക് തന്നെ ഇവിടെ അധ്യാപകർ എത്തിത്തുടങ്ങി. 9 മണിക്ക് തന്നെ നിർബന്ധമായിട്ടും ഇൻവിജിലേറ്റേഴ്സ് ഡ്യൂട്ടിക്ക് എത്തുന്ന അധ്യാപകർ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾ എത്തിയിട്ടുണ്ട്. പിന്നെ 9:20 കൂടി തന്നെ അവർ ക്ലാസ്സിലേക്ക് ഞങ്ങൾ പറഞ്ഞയക്കുന്നുണ്ട്. അതിൽ 2 മിനിറ്റ് വൈകിയാലൊന്നും വളരെ കൃത്യനിഷ്ഠയായിട്ടാണ് ഈ പരീക്ഷ. സാധാരണ പോലെ തന്നെ ഇപ്പം കോവിഡിന് ശേഷം വരുന്ന ഒരു കോവിഡ് ഇല്ലാത്തൊരു കാലഘട്ടം എന്നുള്ള അതാണല്ലോ, കുട്ടികളെ അതിലും അത് ഉണർവായി കാണുന്നുണ്ട്. സ്ട്രിക്റ്റ് ആയിട്ടാണ് പരീക്ഷ എല്ലാം. വളരെ ഇന്നലെ ഞങ്ങൾ ഇൻവിജിലേറ്റേഴ്സ് ഡ്യൂട്ടിക്ക് വന്ന അധ്യാപകർക്ക് ഞാനും ചീഫും സന്തോഷ് മാഷും എല്ലാ ഇൻസ്ട്രക്ഷൻസും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ കുട്ടികളെ വളരെ സന്തോഷത്തോടു കൂടി ക്ലാസ്സിൽ പരീക്ഷ എഴുതാൻ അനുവദിച്ച് അവരെ നല്ല വിജയം ഉണ്ടാക്കി തീർക്കാനായിട്ട് അവർ ശ്രമിക്കുമെന്നാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ കുട്ടികളും അതുപോലെ തന്നെയാണ്. ഒരു ടെൻഷനുമില്ല കുട്ടികൾക്ക്. എല്ലാവരും അതുപോലെ തന്നെ പഠിച്ച് വന്നിട്ടുണ്ട്. അതപ്പോൾ നിങ്ങളിവിടെ ഇപ്പം കാണുന്നത് വളരെ ഹാപ്പിയാണ്. ഇപ്പം കുട്ടികളൊക്കെ ഹാപ്പിയാണ്. ഈ അവസാനഘട്ട ഒരുക്കങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവസാനഘട്ട ഒരുക്കങ്ങളാണ്. മാത്രമല്ല നമ്മളൊക്കെ പഠിക്കുന്ന കാലത്തില്ല, ഇന്ന് കൂൾ ഓഫ് ടൈം വരെ കുട്ടികൾക്കുണ്ട്. മാനസികപരമായിട്ടൊരു ടെൻഷനും കുട്ടികൾക്കില്ല. അതാണ് ഏറ്റവും വലിയ ഈ നമ്മുടെ ഈ സർക്കാരിന്റെ ഏറ്റവും നല്ലൊരു വിജയം എന്ന് പറയുന്നത് തന്നെ ഇത്. ഈ കുട്ടികൾക്ക് മാനസിക ഉല്ലാസത്തോടു കൂടി അവരെ നല്ലൊരു വിജയത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ സ്കൂളിന്റെ HM നമ്മളോടൊപ്പം ഉണ്ട്. എന്തൊക്കെയാണ് പ്രതീക്ഷ? നമ്മളെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നല്ല റിസൾട്ട് ആയിരുന്നു. അതെ, നമ്മളിപ്പോ ഒരു 4 വർഷത്തോളമായിട്ട് 100% വിജയം. അപ്പൊ ഇപ്രാവശ്യം നമ്മള് ഈ സ്കൂളിന്റെ 128 വർഷത്തെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പരീക്ഷിക്കുന്നത് 424 കുട്ടികൾ പരീക്ഷ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് പിരിമുറക്കം കുറക്കാനൊക്കെ ഉള്ള നേരത്തെയുള്ള അങ്ങനെ ഒരുക്കങ്ങളൊക്കെ നമ്മളിപ്പോ ഏകദേശം ഒരു ഡിസംബർ മാസം മുതൽ കുട്ടികൾ കൂടെ തന്നെയാണ്, രാവു പകലില്ലാതെ. അതായത് ഇവിടെ താമസിച്ചുകൊണ്ടുള്ള പഠനം വരെ നടത്തി. അപ്പൊ ഇന്നിപ്പോ രാവിലെ നമ്മുടെ ടീച്ചേഴ്സ് അവസാനം പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് സപ്പോർട്ടിങ് അത് കൊടുത്തോണ്ടിരിക്കും. നല്ല ചൂടൊക്കെയാണ്. അപ്പൊ ക്ലാസ്സിൽ വെള്ളം അങ്ങനെയൊക്കെ എല്ലാ ഏർപ്പാടുകളും ചെയ്തിട്ടുണ്ട്. ഇന്നലെ ഞങ്ങളൊക്കെ രാത്രിയാണ് ഇവിടെ പോയത്. കംപ്ലീറ്റ് എല്ലാ ക്ലാസ് റൂമുകളും റെഡിയാക്കി
കുട്ടികൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഒരു ബുദ്ധിമുട്ടില്ലാതെ ചെയ്യാൻ വേണ്ടിയുള്ള എല്ലാ ഏർപ്പാടും ചെയ്തിട്ടുണ്ട്. ഇത്രയും തയ്യാറെടുപ്പുകളോടെയാണ് നടക്കുന്നത്. അതെ അതെ, നമ്മുടെ പരീക്ഷയുടെ പ്രസക്തി ഇതുവരെ നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ. അപ്പം ഒരു പൊതുപരീക്ഷയാണല്ലോ ഗവൺമെന്റിന്റെ ആദ്യത്തെ. അപ്പോൾ അതിന്റെ എല്ലാ ഗൗരവവും നമ്മൾ ഉൾക്കൊള്ളുന്നുണ്ട്. ഇപ്രാവശ്യം വിദ്യാഭ്യാസ വകുപ്പും വളരെ സജീവമായിട്ട് ഈ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം വെച്ചാൽ പരീക്ഷാ സെക്രട്ടറിന്റെ മീറ്റിംഗ് 2 പ്രാവശ്യം നടത്തി. അതിനുശേഷം ഇപ്പോൾ ലാസ്റ്റ് DGന്റെ നേരിട്ടുള്ള മീറ്റിംഗ് ഞങ്ങൾക്കൊക്കെ സൂപ്രണ്ടുമാർക്കും നൽകിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന്റെ എല്ലാ രീതിയിലുള്ള ഫോളോ അപ്പ് നമ്മൾ നടത്തുന്നുണ്ട്. അതാണ് പ്രദീപ്. രഞ്ജിനി, ഈ കുട്ടികളൊക്കെ അവസാനഘട്ട തയ്യാറെടുപ്പുകൾ നടത്തുന്നു. നമുക്ക് ദൃശ്യങ്ങളിലൊക്കെ കാണാം. ഒരു പിരിമുറുക്കവുമില്ലാതെ കുട്ടികൾക്ക് പരീക്ഷ എഴുതാനുള്ള ഒരുക്കങ്ങളൊക്കെ സ്കൂളുകളിലെല്ലാം സജ്ജീകരിച്ചു കഴിഞ്ഞു. നടക്കാവ് സ്കൂളിൽ മാത്രമല്ല, പൊതുവെ കോഴിക്കോട് ജില്ലയിൽ എല്ലാ സ്കൂളുകളിലും സമാനമായ രൂപത്തിലുള്ള തയ്യാറെടുപ്പുകൾ പരീക്ഷയ്ക്ക് ദിവസങ്ങൾ മുന്നേ നടത്തിയിരുന്നു. ഇന്നിപ്പോൾ കുട്ടികൾക്ക് വെള്ളമടക്കമുള്ള അങ്ങനെയുള്ള ഈ പിരിമുറുക്കമില്ലാതെ പരീക്ഷ എഴുതാൻ വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും സ്കൂളിൽ തയ്യാറാണ്. അല്പസമയം മാത്രമേ പരീക്ഷ തുടങ്ങാനുള്ളൂ. കുട്ടികൾ പരീക്ഷാ ഹാളിലേക്ക് പുറപ്പെടാനുള്ള തയ്യാറെടുപ്പുകളിലാണ്.